ഹലോ ഡിയേഴ്സ്, അങ്ങനെ വീണ്ടും ഒരു തിരക്കുള്ള ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കുള്ള ദിവസമാണ് കാണാൻ ഇഷ്ടം എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും നല്ല ബിസി ഡേ ഞാനെപ്പോഴും ലോങ് വീഡിയോ ആക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ നിങ്ങൾക്കായിട്ടൊരു സമ്മാനം കരുതിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ സമ്മാനമൊന്നുമല്ല, ഒരുപാട് സമ്മാനങ്ങൾ കരുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഗിവ് അവേ ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് എനിക്ക് നിങ്ങൾ തന്ന ആ ഒരു സ്നേഹത്തിന് ഞാൻ തിരിച്ചു തരുന്നൊരു സ്നേഹം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. നമുക്ക് കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സെറ്റിങ്ങിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഇതുപോലെ ഒരു കുഞ്ഞി ടബിലോ അല്ലെങ്കിൽ ജാറിലോ ഒക്കെ വരുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞി ഡെസേർട്ട് കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ബേക്കേഴ്സിൽ പോയപ്പോഴേക്കും ഇതുപോലെ ഒരു കുഞ്ഞ് ഗ്ലാസ് പോലത്തെ സംഭവം ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതിങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചാൽ ബാക്കി നമുക്ക് പോപ്സിനും സിക്കിൾസിനും ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതാണ് ആദ്യമേ കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്കിന്നെല്ലാം വെറൈറ്റി ഫ്ലേവേഴ്സാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സും തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിൽക്കി നട്ടിൻ്റെ കേക്കാണ്, ടോൾ കേക്കാണ്. നമ്മൾ അതുകൊണ്ടൊരു സ്റ്റിക്ക് ഉള്ളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വട്ടം എന്നോട് കുറേ പേര് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ അത് മോൾഡിൽ ഒഴിക്കുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് അറിയാവുന്നവരുണ്ടാവും കേട്ടോ, പക്ഷെ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പറയുവാണേ. ചോക്ലേറ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഏതാണോ, ഇപ്പം നമ്മൾ കോമ്പൗണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് തന്നെ ചോക്ലേറ്റും കിട്ടും, കോമ്പൗണ്ടും കിട്ടും. നമ്മൾ കോമ്പൗണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റിന് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു പാത്രത്തിൽ ചോപ്പ് ചെയ്തിടുക. ഇപ്പം ഇതുപോലെ ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുക്കുന്നത് കേട്ടോ എപ്പോഴും. അതിൽ ചോപ്പ് ചെയ്തിടുക. എന്നിട്ട് നമ്മളുടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നേരിട്ട് ഹീറ്റ് കൊടുക്കരുത്. പിന്നെ നമ്മളിങ്ങനെ ചോക്ലേറ്റ് ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ ഇതിങ്ങനെ മെൽറ്റായി വരും കേട്ടോ. കുറേ പേരുടെ പ്രശ്നമാണ് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് കട്ട പിടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ചൂടാക്കും. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ചോക്ലേറ്റിന് ചൂട് കൂടിക്കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുന്നത്. ചോക്ലേറ്റ് അല്ല, നമ്മൾ കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൂടി വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഭവം ഒരു അത്യാവശ്യം ഒരു ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒരിക്കലും ചൂട് കൂടരുത്. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പോൾ ചെറിയ ഒരു ചൂടിൽ നന്നായിട്ട് ഇളക്കി മെൽറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മോൾഡിൽ ഒഴിക്കുന്നത് കാര്യം കാണിക്കാൻ പറഞ്ഞായിരുന്നു. ജസ്റ്റ് നമ്മളതങ്ങോട്ട് മോൾഡിലേക്ക് ഒഴിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്യുക. എന്നിട്ടൊരു ബൗളിൽ, സ്റ്റീൽ ബൗളാണ് ഏറ്റവും നല്ലത്, ഒരു ബൗളിലിടുക. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. ചെറുതായിട്ടൊന്ന്, അതായത് ആ ഒരു പാത്രത്തിനൊരു ചൂട് കിട്ടുമ്പോഴേക്കും നമുക്കത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂട് തീർന്നു എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെയും ചൂടിലേക്ക് വെച്ച് കൊടുക്കാം. ചൂട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മിക്സാക്കി നമുക്ക് നല്ല വെള്ളം പോലെ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. മിക്കവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടിട്ടാണ്. ചൂട് കൂടുന്ന കാര്യം മിക്കവർക്കും അറിയില്ല, അതാണ് കട്ട പിടിച്ച് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് വെച്ചു. ഇത് മാത്രമല്ല, കുറച്ചധികം ഫോണ്ടൻറ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഇച്ചിരി സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒറ്റ ദിവസം തന്നെ ചെയ്യുന്നതല്ല, നമ്മൾ എല്ലാ കേക്കും തലേ ദിവസം നൈറ്റ് നിന്നിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് തീരത്തില്ല എല്ലാം കൂടിയിട്ട്. നമ്മളതെല്ലാം തലേ ദിവസമേ തന്നെ ക്രം കോട്ട് ചെയ്ത് ജസ്റ്റ് നമ്മളൊരു 2-3 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. ബാക്കി അത്രയും വർക്ക് ഫുള്ളായിട്ട് നമ്മൾ തലേ ദിവസമേ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതുപോലുള്ള ടപ്പ് കേക്കൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു കേക്ക് നല്ല ഭംഗിയുള്ള കേക്കായിരുന്നു. പക്ഷെ അത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനത് ചുമ്മാ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയിട്ടോ. അതുകൊണ്ടാണ് അത്രയും ഭാഗം നമുക്ക് കിട്ടാതിരുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ആ ടോപ്പറും പിന്നെ കുറച്ച് ആ ഒരു ഫോണ്ടൻറ്റ് വർക്കൊക്കെ അങ്ങോട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. നമുക്ക് ഈ കുറേ തിരക്കുള്ള സമയത്തെന്ന് വെച്ചാൽ സെറ്റിങ് വരുമ്പോൾ നമ്മൾ തന്നെ എന്തായാലും പോകണം. സിംഗിൾ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും കയ്യിലൊക്കെ കൊടുത്തു വിടാം. പക്ഷേ സെറ്റിങ് ആകുമ്പോൾ നമ്മൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കൊണ്ടുപോയി വെക്കാവുന്ന എല്ലാം അങ്ങനെ തന്നെ വെക്കും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞ ആ സെയിം ഡിസൈൻ കാര്യങ്ങൾ ഒരു കുഞ്ഞ് ടേബിളാണെങ്കിലും എല്ലാം നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ കുഞ്ഞു കുഞ്ഞു കേക്ക്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ക്രം കോട്ട് വരെയുള്ള കാര്യങ്ങൾ തലേ ദിവസം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ എപ്പോഴും ഫില്ലിങ്സ് കാണിക്കാൻ പറയുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതൊരു ക്യാരമൽ കേക്കായിരുന്നു കേട്ടോ. ക്യാരമൽ നട്ട്സ് അല്ല, നോർമൽ ക്യാരമൽ കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ക്യാരമൽ സോസ് മാത്രം ഫില്ലിങ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞ് കേക്കാണ്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ഫോണ്ടൻ വർക്ക് ഉണ്ടായിരുന്നൊരു കേക്കാണ്. ഞാൻ എന്നെക്കൊണ്ട് ആകാവുന്നത് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടെൻഷനായി പോയി, കാരണം ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല അത് വന്നത് ശരിക്കും. എന്നാലും ഏകദേശം ഓക്കെ ആയിപ്പോയി. ഫസ്റ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിനൊരു ബ്ലൂ കളറായിരുന്നു കേട്ടോ. അത് ഓർക്കാതെ ഞാൻ ഫുള്ള് വൈറ്റ് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെച്ച് ലാസ്റ്റ് ടൈമാണ് ഞാൻ, അതായത് ഈ ഗ്രീൻ കളർ കൊടുക്കാൻ നേരത്താണ് ഞാൻ നോക്കുമ്പോൾ ബ്ലൂ ആണ് കേട്ടോ. പിന്നെ ഫിനിഷ് ചെയ്ത കേക്കിൻ്റെ ടോപ്പിലേക്ക് ഞാൻ ആ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ഈ ഫോണ്ടൻ്റ് വർക്ക് അതിന് മുന്നേ ചെയ്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ കയ്യിലൊക്കെ ഫുള്ള് കളറായിരിക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നല്ല പണിയെടുക്കണം കേട്ടോ. പക്ഷെ ഇത് പോവാൻ നല്ല പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് കേക്കിൽ നമ്മൾ കളറും അങ്ങനെ ഒരുപാട് അങ്ങനെ കൊടുക്കാത്തത്. എപ്പോഴും ഒരു തിൻ ലെയർ മാത്രമേ നമ്മൾ കളറ് ആവശ്യമുള്ള കേക്കാണെങ്കിൽ കൊടുക്കാറുള്ളൂ കേട്ടോ. ഫുൾ ക്രീമിലേക്ക് അങ്ങനെ കളർ ആഡ് ചെയ്യാറില്ല, തിൻ ലെയേഴ്സ് മാത്രം. ഇതിൽ മെയിൻ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതൊന്ന് പ്ലേസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് പൊക്കിയെടുത്തതാണ് കേട്ടോ. അതിൻ്റെ കാലിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, അതായത് ഞാൻ വെച്ച ആ ഒരു പ്ലേസ് മാറിപ്പോയി. പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അതിൻ്റെ ആ ഒരു പന്തൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാക്കി. എന്നാൽ അതിൻ്റെ കൈ എനിക്ക് അങ്ങോട്ട് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. പക്ഷേ ഫുള്ള് ലുക്ക് നമ്മളുടെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു, എന്നാലും ആ കൈക്ക് എന്തോ ഒരു പ്രശ്നമില്ലേ, അങ്ങനത്തെ ഒരു കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കേക്കായിരുന്നു. പക്ഷേ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു 1/2 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നേ. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ അതുള്ളപ്പോഴേക്കും നമുക്കിങ്ങനെ ഓരോ ഫ്ലേവറായിട്ട് നമ്മളിങ്ങനെ ഓരോ പാത്രത്തിൽ മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്കിതുപോലെ നേരിട്ടും കളറാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ എമൽഷൻസ് ആണെങ്കിലും നേരിട്ട് നമ്മളുടെ ഈ ഒരു ഗനാഷിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലൊരു മാർബിൾ എഫക്റ്റ് മതി എന്നാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും കേട്ടോ. കളറിന് കളറായി, അല്ലെങ്കിൽ എമൽഷൻ ആ ഒരു ടേസ്റ്റ് വേണമെന്നാണെങ്കിൽ എമൽഷൻ ഇട്ടാൽ അതുമായി കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഇല്ലേ, അത് തന്നെയാണ് ഇപ്പോൾ ഫുള്ളിങ്ങനെ ഓടുന്നത് കേട്ടോ. പിന്നെ ഇതൊരു സ്നിക്കേഴ്സ് കേക്കായിരുന്നേ. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. പിന്നെ അതിൻ്റെ ടോപ്പിൽ കാരമൽ സോസ്, പിന്നെ അതിൻ്റെയും ടോപ്പിലായിട്ട് നമ്മളുടെ പ്രലൈൻസായിട്ട് പീനട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. നമ്മളുടെ പീനട്ട് കാരമലൈസ് ചെയ്തെടുത്ത പീനട്ടാണ്. ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു കടലകടന്നെത്തിയ കേക്ക് ഓർഡർ കൂടിയാണ് കേട്ടോ. അതായത് ഒരു മോള് പപ്പയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു കേക്കാണ്. പുള്ളിക്കാർ പുറത്താണ്. അപ്പോൾ നമ്മൾ ഒരേ ഇടവകയാണ്, നമുക്കറിയാം, പരസ്പരം അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ട് നമ്മളുടെ വർക്കൊക്കെ കണ്ടിട്ട് ഓർഡർ തന്നതാണ്, ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഓർഡർ തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവർ എടുത്തു, അതായത് സ്നിക്കേഴ്സിൻ്റെ നല്ലൊരു ഫ്ലേവർ എടുത്തു. എന്നിട്ട് ഒരു വൈറ്റ് കളറിലെ ഒരു ഹാർട്ടിൻ്റെ ടോപ്പിലായിട്ട് ഒരു സൈഡിലായിട്ട് നല്ല റെഡ് കളറിലെ ഒരു ബോ, അത്ര മാത്രമേ അതിൽ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചില കേക്കൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട, പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളും ക്യൂട്ടും ആണെന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് ഏകദേശം അങ്ങനെ തോന്നിയ ഒരു കേക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു നമ്മളുടെ വീഡിയോയിൽ ഞാൻ മാക്സിമം എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ.
സാധാരണ എന്ന് വെച്ചാൽ ഈ മെമ്മറി ഇല്ലാത്ത കാരണം ഇത് മിക്കപ്പോഴും ഞാൻ ഒന്നും എടുക്കാറില്ല. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എല്ലാം എടുക്കണമെന്ന് കരുതി ഫുൾ മെമ്മറി ക്ലിയർ ചെയ്തിട്ട് ഓർക്കുമ്പോൾ ഞാനിങ്ങനെ ഫോൺ ഓൺ ചെയ്ത് വെച്ച് അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഫോണ്ടൻ്റ് ആണെങ്കിലും ഫില്ലിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതെല്ലാം ഞാൻ മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം നിങ്ങൾ പറയുന്ന ആ ഒരു സജഷൻസ് എല്ലാം ഞാൻ എടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാവേ. ഇതൊരു സിമ്പിളായിട്ടുള്ള കേക്കാണ്, ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെയായിരുന്നു, നടന്നു പോകാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതും റെഡിയാക്കി കൊടുത്തേ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ ഇൻ ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 kg ഒരു നോർമൽ വെഡ്ഡിങ് കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് റേറ്റോ അങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും നമ്മളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് റെഡ് ഫ്ലവേഴ്സും ഗോൾഡൻ ലീവ്സും ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് അതങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചില കേക്കൊക്കെ ഉണ്ടല്ലോ മറ്റുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ചില കേക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും. ആ കൂട്ടത്തിലുള്ള കേക്കാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടോ. ചില കേക്കൊക്കെ എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ ഇനി വരുന്ന 3 കേക്കും സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ. അതായത് ഇത് ഞാൻ നമ്മളുടെ ആ ഒരു കേക്ക് നമ്മളുടെ വെഡ്ഡിങ് കേക്ക് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്തതാണ്. എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ വെഡ്ഡിങ് കേക്ക് ഫ്രണ്ടിൽ കയറി വന്നതാണ് കേട്ടോ. അടുത്തത് 3 സ്പൈഡർമാൻ കേക്കാണ്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇതെന്താ 3 സ്പൈഡർമാൻ കേക്കെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അതായത് എൻ്റെ കയ്യിലുള്ള സ്പൈഡർമാൻ തീർന്നു കേട്ടോ. ഇനി ഒരു സ്പൈഡർമാൻ കൂടി വന്നാൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അതുകൊണ്ട് നിന്നു. അപ്പോൾ അതങ്ങനെ ഒന്നാമത്തേത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്തതൊരു 1/2 kg കേക്കായിരുന്നേ. ഇത് 3 കസ്റ്റമൈസ്ഡ് ഡിസൈനൊന്നും അല്ല കേട്ടോ, നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ആകെ കസ്റ്റമർ സ്പൈഡർമാൻ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പ്രിൻ്റ് വേണോ ടോയ് വേണോ, ഇതാണ് കേട്ടോ. അതായത് ടോയ് എങ്ങാനും തീർന്നിരിക്കുവാണെങ്കിൽ ടോയുടെ കാര്യം മിണ്ടത്തില്ല, പ്രിൻ്റാണ് ഉള്ളതെന്ന് മാത്രമേ പറയത്തുള്ളൂ. ടോയിൻ്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പിന്നെ പറയേണ്ടി വരത്തുള്ളല്ലോ. പക്ഷേ മിക്കവരും നമ്മൾ പറയുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്ക് എന്ന് വെച്ചാലുണ്ടല്ലോ, എൻ്റെ കയ്യിൽ അവർ പറഞ്ഞ തീമേ ഉണ്ടായിരുന്നില്ല. അതായത് പ്രിൻ്റ് എടുക്കാൻ നമുക്ക് നിർവാഹമില്ല, അന്ന് പ്രിൻറ്റിങ് ഷോപ്പ് ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ നമ്മൾ എടുത്ത് വയ്ക്കുമല്ലോ, ആ ഒരു പ്രിൻ്റ് വെച്ചിട്ടാണ് അത് റെഡിയാക്കിയത് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ സ്ഥിരം വേട്ടമൃഗം, റെഡ് ഗനാഷ്, സ്പൈഡർ വെബ്, സ്പൈഡർമാൻ. സിമ്പിളാണ്, നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് വരുന്ന ഒരു സംഭവങ്ങൾക്കൊന്നും നമ്മൾക്ക് അധികം തല വഹിക്കാൻ പറ്റത്തില്ല, അതാണ് ഈ സംഭവമേ. പിന്നെ അടുത്ത കേക്ക് ഒരു ബാപ്റ്റിസം കേക്കാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇതൊന്നും ഓർഡറിലല്ല ഞാൻ ഇട്ടേക്കുന്നത്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊരു കുഞ്ഞ് സിമ്പിൾ കേക്കായിരുന്നു, അധികം ഭയങ്കര ഓവറായിട്ട് വർക്കൊന്നും ഉണ്ടാകാത്തൊരു കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു. പിന്നെ ഇത് നമ്മൾ അന്ന് ചെയ്തതല്ല, അതിന് മുന്നേ ഉള്ള 2 ദിവസം മുന്നേ ഉള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് നമുക്ക് കുറച്ച് ദൂരേക്ക് പോകേണ്ടതായിരുന്നു, ഇടുക്കിയിൽ നിന്ന് വന്നൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നിയപ്പോഴേക്കും നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇട്ടതാണ്. നമ്മളുടെ കേക്ക് ബോക്സിൽ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഇതിനേലും നല്ല ബോക്സ് കിട്ടാനില്ല, അതുകൊണ്ട് നമ്മൾ കേക്ക് ബോക്സിൽ തന്നെയാണ് പാക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു 1/2 kg കേക്കായിരുന്നു. ഇതൊരു നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഇത് കഴിഞ്ഞിട്ടുള്ളൊരു 3 കേക്ക്സും ഭയങ്കര എളുപ്പം കേക്ക്സാണ്. അതായത് ജസ്റ്റ് ആ ഒരു നെയിം, ചോക്ലേറ്റ് ഡെക്കറേഷൻ, ഇത് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള കേക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കൂടുതലും ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കേക്കുകളാണ് നമുക്ക് കൂടുതൽ വരുന്നത് കേട്ടോ. കാരണം
കസ്റ്റമർ കഴിക്കുമ്പോഴേക്കും തീം കേക്ക് അല്ല എന്നാണെങ്കിൽ അവർക്ക് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ കിട്ടിയാലും സന്തോഷമാണ്. പിന്നെ ഇതുപോലെ ഗനാഷ് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവരും ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഗനാഷ് അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു തീർന്നു, ലാസ്റ്റ് കേക്കാണ്. ഇത് കുറച്ച് വൈകി വന്നൊരു ഓർഡറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകുമെന്ന്. പക്ഷെ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അവർക്ക് രാത്രി 12 മണിക്ക് എന്തോ മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 10 മണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ലാസ്റ്റ് കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് എന്താ പറയുക, ഇതിന് മുന്നത്തെ കേക്കൊക്കെ എല്ലാം ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഇരിക്കും. അതൊരു യാദൃശ്ചികം മാത്രമല്ല, അതങ്ങനെ ആയിപ്പോകുന്നതാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ എന്താ പറയുക, ഇങ്ങനെ സമയം ഇങ്ങനെ നീണ്ടു പോകുന്തോറും നമ്മളുടെ തല പ്രവർത്തിക്കത്തില്ല എന്ന് പറയത്തില്ലേ, ഏകദേശം അതുപോലെയുള്ള ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ 10 മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു. ഇപ്പോൾ 9:40 നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ 3 കൂടിയാണ് കേട്ടോ പോകുന്നത്. കേക്ക് കൊടുക്കലുമായി ഒരു നൈറ്റ് റൈഡുമായി. അതാണ് ഞങ്ങളുടെ പോളിസി കേട്ടോ. പിന്നെ നമ്മളുടെ ഗിഫ്റ്റിനെ പറ്റിയിട്ട് പറയാം കേട്ടോ. നമ്മൾ ഒരുപാട് നിബന്ധനകളോ ഒന്നുമില്ല. നമ്മളുടെ ഒരു ഫാമിലിയിൽ നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള അത്രയേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്താ പറയുക, ഈ ഒരു വീഡിയോ മുതൽ നമ്മളുടെ ക്രിസ്മസ് വരെയുള്ള ലോങ് വീഡിയോസിൽ നിന്ന് ഓരോ വീഡിയോയിലും ഒരു വിന്നർ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ വീഡിയോസിൽ എന്താണ് ഇഷ്ടം അത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓരോ വീഡിയോസിലും വിന്നറിന് തീരുമാനിക്കാം അവർക്കിതിൽ ഏത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന്. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.